ഹലോ ഗൈസ്, മൂന്നാം ദിവസം ഞങ്ങൾ ഊട്ടിയിൽ എവിടേക്കാണ് പോയി എന്നുള്ളതാണ്. മൂന്നാം ദിവസം ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയാണ് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ രാവിലെ തന്നെ എടുത്ത് സമാധാനമായിട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങളെ ലഗേജൊക്കെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് 7 മണിയോട് കൂടിയിട്ടാണ് ബസ്സുള്ളത് വൈകുന്നേരം. അങ്ങനെ ആ സമയമാകുമ്പോൾ എടുത്താൽ മതിയല്ലോ. അങ്ങനെ ആ ഒരു ഉദ്ദേശിച്ച വിധത്തിൽ ഞങ്ങൾ രാവിലെ തന്നെ ഒന്നും കൂടെ ഊട്ടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിൽ നമ്മളൊരു കുറച്ച് സമയം എടുത്ത് തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ്. എടുത്തു പറയേണ്ട ഒരുപാട് സസ്യങ്ങൾ വൃക്ഷങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവയെല്ലാം കണ്ട് ആസ്വദിക്കുക. അതിൽ തന്നെ വൈവിധ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. വൈവിധ്യമാർന്ന ചെടികൾ അതെപ്പോഴും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ബോട്ടണിയൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അറിവിൻ്റെ കലവറയായിട്ട് തന്നെയാണ് കാണാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം ആസ്വദിച്ച് മുമ്പോട്ട് പോയായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അകത്തോട്ട് ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ വഴിയിൽ ഉള്ള ചെടികൾ വൃക്ഷങ്ങളൊക്കെ കണ്ട് അതിലെ പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിപ്പോവുകയാണ്. ഓരോന്നും വെറൈറ്റിയാണ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ. അങ്ങനെ ഇതെല്ലാം കണ്ടു. അങ്ങനെ അവിടുത്തെ ഗ്ലാസ് ഹൗസൊക്കെ കയറി കണ്ടായിരുന്നു. അവിടെ തന്നെ നമ്മൾ എവിടെയൊക്കെയുള്ള പുൽച്ചെടികൾ പോലെയൊക്കെയുള്ള അതൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. പൂക്കൾ, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഈ കള്ളിമുൾ ചെടികളിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ആസ്വദിച്ച് ഒരുപാട് ആൾക്കാർ ആ സമയത്തും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ആവണേൻ്റെ തിരക്കുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോയി ഓരോ സ്ഥലങ്ങൾ ആസ്വദിച്ചു കണ്ടു. കാഴ്ചകളെ ഓരോന്നും സന്തോഷകരമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. ഊട്ടിയോട് വിട പറഞ്ഞു പോകാനൊരു ചെറിയ സങ്കടമുണ്ട്. എന്നാലും ഇനിയും ഞങ്ങൾ വരാം എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് യാത്ര മുമ്പോട്ട് പോകുന്നത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ഊട്ടി എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നിപ്പോയി. ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ടെന്നും തോന്നുന്നുണ്ട്. അതിനി അടുത്ത യാത്രയിൽ ഇനി അവയെല്ലാം കാണാൻ സാധിക്കും എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കൊണ്ട് കഴിയുന്നിടത്തോളമുള്ള കാഴ്ചകൾ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും നല്ല ആസ്വദിച്ച് മുമ്പോട്ട് പോയി. ഒരു 11:30 കൂടിയിട്ടൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ ഒന്ന് കുളിക്കാനൊക്കെ പോകുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേ നല്ല തണുപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അകത്ത് തന്നെ കുറച്ച് കോഫിയും ടീയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കഴിച്ച് അവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ അവിടെ തന്നെ ഇഷ്ടം പോലെ ഗാർഡൻസ് ഉണ്ടായിരുന്നു. പല പുൽത്തകിടി പോലെയൊക്കെ ഉള്ള അതെല്ലാം നല്ല അറേഞ്ച് ചെയ്ത്. അതിൽ തന്നെ ഇറ്റാലിയൻ ഗാർഡൻ, അങ്ങനെ ഓരോ വെറൈറ്റി ഓഫ് ഗാർഡൻസും ഉണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമാണ് അത്. നമ്മൾ അകത്തേക്ക് പോകും തോറും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ആ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് ഇന്നെന്തായാലും സമാധാനപൂർവ്വം ഊട്ടി ആസ്വദിച്ച് മുമ്പോട്ട് പോകാമെന്ന്. സമയം ഞങ്ങളുടെ മുമ്പിൽ ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സ്ഥലത്തൂടെ പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി മുമ്പോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ്. ദൂരെ നിന്നൊക്കെ കാണാൻ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ഫോട്ടോഗ്രാഫിക്ക് വീഡിയോഗ്രാഫിക്കൊക്കെ നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ ഇറങ്ങി കയറി കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് കുറേ ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഇരിക്കണം എന്നൊക്കെ തോന്നി. അങ്ങനെ അവിടെ വെയിറ്റിംഗ് ഏരിയ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയി. ഇപ്പം ടൂറിസ്റ്റുകളൊക്കെ ഏകദേശം വരുന്ന സമയമാണ്. ഇപ്പോൾ അവരെല്ലാം വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ വന്നായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അകത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത്.
നമ്മൾ തന്നെ കണ്ടിട്ടില്ലാത്ത പലതരം വൃക്ഷങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളും മറ്റുമൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളിങ്ങനെ യാത്ര മുമ്പോട്ടേക്ക് തുടർന്ന് പോവുകയാണ്. എന്നിരുന്നാലും കൂടുതൽ നേരം ഇതിൽ എക്സ്പ്ലോർ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ധാരണ. കാരണം ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് ഉണ്ട്. കാരണം പെട്ടെന്ന് വന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഒരുപാട് സ്ഥലങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം സമയമെടുത്ത് തന്നെ പോയി കാണാൻ പറ്റുമെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങാനുള്ള സമയമായി. അങ്ങനെ ഞങ്ങൾ പോവാണ് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഇതിലേക്കാണ്. ഇനി അടുത്ത് ഞങ്ങൾക്കൊന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. അങ്ങനെ ഉച്ചയോടുകൂടി ആയിക്കഴിഞ്ഞാൽ അതിന് ശേഷമായിരിക്കും ഇനി അടുത്ത യാത്ര പോകാനുള്ള തയ്യാറെടുപ്പ്. അങ്ങനെ ഞങ്ങളെ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോ തന്നെയാണ്. അതിന് ശേഷം ഞങ്ങൾ അവിടെ തന്നെയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിന് വന്നായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. അവിടെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നു ഫോട്ടോഗ്രാഫിയൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഇതാണ് ഊട്ടിയിലെ ഹെറിറ്റേജ് എക്സ്പ്രസ്. അങ്ങനെ നമ്മളതെല്ലാം പോയി കണ്ടു, ആസ്വദിച്ചു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ പാസഞ്ചേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു പോകാനായിട്ട്. ഇത് മേട്ടുപ്പാളയം പോകുന്ന ട്രെയിനാണ്. അങ്ങനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ട്രെയിനിൽ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് ആക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ ആ ഒരു സ്ഥലമൊക്കെ ഒരുപാട് നേരം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു മുമ്പോട്ടേക്ക്. അപ്പോൾ ഇനി ഊട്ടിയിലേക്ക് ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതാണ്. അതിന് മുമ്പായിട്ട് ഇതെല്ലാം കാണുക, ആസ്വദിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എനിക്ക് ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് തരണം എന്നും പറയുന്നത്. അങ്ങനെ മുമ്പോട്ടേക്ക് ഞങ്ങൾ യാത്ര പോകുന്നു. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ ഊട്ടിയിലെ തന്നെ ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് പോകാനായിട്ടാണ് ഇനി അടുത്ത ശ്രമം. അതിന് മുമ്പായിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഊട്ടിയിൽ തന്നെ നമ്മൾ എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ ഒന്നായിരുന്നു ഇത്. അങ്ങനെ ആ ഒരു എക്സ്പ്രസ്സൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോറൊക്കെ ചെയ്ത് അടുത്ത റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ടോയ് ട്രെയിനൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ടോയ് ട്രെയിനൊക്കെ ഒന്ന് കയറി ആസ്വദിച്ച്. അന്ന് വന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ കവർ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തേക്കായിട്ട് മാറ്റി വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാം നല്ല രീതിക്ക് ആസ്വദിച്ച് നമ്മൾ മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ അതിൽ കയറാനായിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ പതുക്കെ നമ്മൾ അതിലേക്ക് പോയി അങ്ങനെ ഊട്ടി ലേക്കൊക്കെ കണ്ട് അതിലോട്ട് മുമ്പോട്ടേക്ക് പോയായിരുന്നു. അപ്പോൾ സമയം കഴിയുന്തോറും ഇനി നമുക്ക് നമ്മളെ ലഗേജൊക്കെ എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ. ഇപ്പോൾ 7 മണിയോട് കൂടിയിട്ട് തന്നെ ബസ് കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവയെല്ലാം ഒന്ന് ആസ്വദിച്ചു. അപ്പോൾ ഈ ഊട്ടി ലേക്കിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പോയി വരാൻ സാധിക്കും. അപ്പോൾ ഏകദേശം വൈകുന്നേരത്തോട് അടുത്തിരിക്കുന്നു സമയം. അപ്പോൾ ഇനി ഊട്ടിയോട് വിട പറഞ്ഞ് പോകാനുള്ള സമയം. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. കൃത്യസമയത്ത് ബസ് വന്നു. അപ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇനി വരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഊട്ടിയിലേക്ക് വരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ വീണ്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.